Hello everyone. Victors ചാനലിൽ +1 അക്കൗണ്ടൻസി 12ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് കണ്ട ടോപ്പിക് ഒരു ജേർണലായിരുന്നു. ജേർണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ്. ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഒറിജിനൽ എൻട്രി കൊടുക്കുന്ന ഒരു ബുക്കാണ് ജേർണൽ എന്ന് പറയുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ടൈം പീരീഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻസ് ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെ, നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ആ ഒരു ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ജേർണലൈസിങ് എന്നാണ്. അപ്പോൾ ഒരു ജേർണലിൽ നമ്മൾ മെയിനായിട്ട് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ് ഇത്രയും കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഡേറ്റ് ആണ്. ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ദിവസമാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടന്നത്, അതാണ് നമ്മൾ ആ ഒരു ഡേറ്റ് എന്നുള്ള കോളമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് പെർട്ടിക്കുലേഴ്സ് ആണ്. In double entry system, both the aspect of transaction is to be recorded. Double entry systemത്തിൽ നമ്മൾ രണ്ട് ആസ്പെക്റ്റ് ഓഫ് ട്രാൻസാക്ഷനും ജേർണലിൽ റെക്കോർഡ് ചെയ്യണം. ആസ് ഇൻ പെർട്ടിക്കുലേഴ്സ്, the name of the account to be debited is written first and the word DR is also written towards the end of the column. ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ, പെർട്ടിക്കുലേഴ്സിൽ എഴുതുമ്പോൾ ഏത് അക്കൗണ്ടിലാണോ ഡെബിറ്റ് ആവുന്നത് ആ ഡെബിറ്റ് ആവുന്ന അക്കൗണ്ടാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു DR എന്നുള്ളൊരു വേർഡ് നമ്മൾ ഒരു കോളത്തിൻ്റെ അവസാനമായിട്ട് എഴുതുകയും വേണം. ദാറ്റ് ഷോസ് ദാറ്റ് ആ ഒരു അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഇൻ ദ സെക്കൻഡ് ലൈൻ, ദ നെയിം ഓഫ് ദി അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഈസ് റിട്ടൺ. രണ്ടാമത്തെ ലൈനിൽ, ആദ്യത്തെ ലൈനിൽ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്, രണ്ടാമത്തേൽ നമ്മൾ ഇനി ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ദ ക്രെഡിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് എ വേർഡ് ടു. ക്രെഡിറ്റ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 വെച്ചിട്ടാണ്. ഫസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് നമ്മൾ DR വെച്ച് എൻഡ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് നമ്മൾ രണ്ടാമത് എഴുതി 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. A few spaces away from the margin to make it distinct from the debit account. മാർജിനിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഇത് എഴുതുക. അത് നമ്മൾ ആ ഡെബിറ്റിൽ നിന്നും കുറച്ച് മാറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. നരേഷൻ. After each entry, a brief explanation of the transaction together with necessary details is given. This explanation is called narration. എന്താണ് അവിടെ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് വളരെ ബ്രീഫായിട്ട് നമ്മൾ എഴുതുന്നതിനാണ് നരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട അവസാന കാര്യം ഈ ഒരു നരേഷനാണ്. സോ ഫസ്റ്റ് നമ്മളൊരു ഡെബിറ്റഡ് അക്കൗണ്ട് എഴുതും, അതിൻ്റെ എൻഡിൽ നമ്മൾ DR എന്നുള്ളൊരു വേർഡ് എഴുതും. സെക്കൻഡ് നമ്മൾ എഴുതുന്നത് ക്രെഡിറ്റഡ് അക്കൗണ്ട് ആയിരിക്കും. 2 എന്ന വേർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവസാനം ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ, അതായത് നരേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ പെർട്ടിക്കുലേഴ്സ് ആൻഡ് ഡേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ലെഡ്ജർ ഫോളിയോ ഓർ LF. In this column, the number of ledger page is written to which the debit and credit aspect of the transaction is posted. അപ്പം ledger page, the number of the ledger page is written. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്, ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റിൻ്റെ ലെഡ്ജർ പേജിൻ്റെ നമ്പറാണ് നമ്മൾ LF എന്ന് പറയുന്ന ആ ഒരു കോളമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് ലെഡ്ജർ പേജ് ഇസ് റിട്ടൺ ടു വിച്ച് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഇസ് പോസ്റ്റഡ്. പിന്നെ വരുന്നത് ഡെബിറ്റ് ആണ്. amount of the account to be debited. Credit, the amount of account being credited. അപ്പോൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഈസിയാണ്, നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്ന അവസാനത്തെ ഒരു ടേമാണ് ജേർണൽ എൻട്രി. അത് നമ്മൾ ആ ഒരു ജേർണൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല, ബട്ട് ഇറ്റ്സ് എ ടേം യൂസ്ഡ് ഇൻ ജേർണൽ. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ആ ഒരു റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു എൻട്രീനെയാണ് നമ്മൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ബേസിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ബിസിനസ് ട്രാൻസാക്ഷൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റെക്കോർഡാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ടാണ് ജേർണൽ എൻട്രി വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൻ്റെ മലയാളം നോട്ട്സ് കൂടി നമുക്ക് നോക്കാം. തീയതി, ജേർണലിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ. തീയതി, വിശദാംശങ്ങൾ അല്ലെങ്കിൽ പെർട്ടിക്കുലേഴ്സ്, വിവരണം നൽകൽ, അതായത് നരേഷനാണ്, നമ്മൾ പെർട്ടിക്കുലേഴ്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ലെഡ്ജർ പേജ് അല്ലെങ്കിൽ ലെഡ്ജർ ഫോളിയോ, പിന്നെ വരുന്നത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അമൗണ്ട്സ് അല്ലെങ്കിൽ തുകകൾ.
അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ജേർണലിൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജേർണൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് എ ജേർണൽ പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ 2020 എന്നുള്ളൊരു ടൈം പീരീഡാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ ജാനുവരി 1 ജാനുവരി 1 ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ₹80,000 ആണ് അപ്പോൾ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത്. ആ ഒരു ക്യാഷ് വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജാനുവരി 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വിത്ത് 80,000. ജാനുവരി 4 പിന്നീട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് വിത്ത് ₹10,000. 10,000 രൂപ വെച്ചിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ജാനുവരി 5 ഫേർണിച്ചർ മേടിച്ചു ഫ്രം ഫർണിച്ചർ മാർട്ട്. ഒരു കടയാണ് ഫർണിച്ചർ മാർട്ട്. ആ ഫർണിച്ചർ മാർട്ടിൽ നിന്നും ഫർണിച്ചർ മേടിച്ചു ഓൺ ക്രെഡിറ്റിലാണ് മേടിച്ചത്. സോ ₹8,000 ആണ് അവിടെ ക്രെഡിറ്റ് വന്നിരിക്കുന്നത്. ജാനുവരി 7 ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അത് ബൈ ചെക്കാണ്. സോ ₹3,000 ആണ് അവിടെ വന്നിട്ടുള്ളത്. ജാനുവരി 8 ഗുഡ്സ് സെല്ല് ചെയ്തു ഫോർ ക്യാഷ് ₹6,000. ജാനുവരി 9 കുറച്ച് കമ്മീഷൻ റിസീവ് ചെയ്തു ₹1,000. ആൻഡ് ജാനുവരി 10 പെയ്ഡ് വേജസ് സാലറി കൊടുത്തു 1,500. അപ്പോൾ ഇതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളൊരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മളിനി ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. സോ ആദ്യം 2020 ജാനുവരി 1 ക്യാഷ് ആണ് ക്യാഷ് അക്കൗണ്ടിൽ നമുക്ക് ₹80,000 വരെയാണ്. ദാറ്റ് ഈസ് എ ഡെബിറ്റ് എമൗണ്ട്. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാണ്. ദാറ്റ് ഈസ് ക്രെഡിറ്റ് എമൗണ്ട്. ഇറ്റ് വിൽ ബി 80,000. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമ്മളെപ്പോഴും ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഡെബിറ്റഡ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അത് എഴുതി TR എഴുതി. ആൻഡ് ദെൻ വി റോട്ട് ഇൻ ഡെബിറ്റ് എമൗണ്ട് 80,000. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. സോ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് 80,000. അവിടെ നമ്മൾ 2 ആണ് തുടക്കത്തിൽ എഴുതിയത്. ആൻഡ് അവസാനം നമ്മൾ നറേഷൻ കൊടുക്കുകയാണ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇനി ജാനുവരി 4 വരികയാണ്. ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 10,000 ആണ്. ടു ക്യാഷ് അക്കൗണ്ടിലേക്കാണ് അത് പോകുന്നത്. സോ ഇറ്റ് വിൽ ബി ക്രെഡിറ്റ് എമൗണ്ട് 10,000. അപ്പോൾ നമുക്ക് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് എന്നാണ് അവിടെ നറേഷൻ കൊടുക്കാൻ സാധിക്കുക. ഇനി ജാനുവരി 5 ഫേർണിച്ചർ പർച്ചേസ് ചെയ്യുകയാണ്. സോ ഫേർണിച്ചർ അക്കൗണ്ട് നമുക്ക് ഡെബിറ്റ് വരുന്നത് 8,000 ആണ്. ടു ഫേർണിച്ചർ മാർട്ട് അതൊരു 8,000 രൂപി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് എമൗണ്ട് ആണ് വരുന്നത്. കാരണം ഫേർണിച്ചർ മേടിച്ചിരിക്കുന്നത് ക്രെഡിറ്റിലാണ്. ഫേർണിച്ചർ ഡെബിറ്റ് എമൗണ്ട് ആയിട്ട് 8,000 ഉണ്ട്. ടു ഫേർണിച്ചർ മാർട്ട് അക്കൗണ്ട് 8,000 ആസ് ക്രെഡിറ്റ് എമൗണ്ട്. ഇനി ജാനുവരി 7 പർച്ചേസ് അക്കൗണ്ടിലേക്ക് നമ്മൾ DR ആഡ് ചെയ്യാണ്. ഡെബിറ്റ് എമൗണ്ട് ഇസ് 3,000. ടു ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് 3,000. അപ്പോൾ ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ബൈ ചെക്കാണ്. ചെക്ക് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടാണ് അവിടെ ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത്. പർച്ചേസ് എമൗണ്ട് നമുക്ക് ഡെബിറ്റായിട്ട് പർച്ചേസ് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റായിട്ട് 3,000 വരുന്നു. പിന്നീട് വരുന്നത് ജാനുവരി 8 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹6,000. 6,000 രൂപയ്ക്കുള്ള ഗുഡ്സ് സെല്ല് ചെയ്യുകയാണ്. സോ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 6,000 ആണ്. ടു സെയിൽസ് അക്കൗണ്ടിലേക്കാണ് അത് പോകുന്നത്. ക്രെഡിറ്റ് എമൗണ്ട് 6,000. അപ്പോൾ നമ്മളിവിടെ നറേഷൻ കൊടുക്കുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പിന്നെ 9 ജാനുവരി 9 നമുക്കറിയാം ഒരു കമ്മീഷൻ റിസീവ് ചെയ്യുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് 1,000 ഡെബിറ്റ് എമൗണ്ട് ആണെങ്കിൽ ടു കമ്മീഷൻ അക്കൗണ്ട് അപ്പോൾ ക്രെഡിറ്റ് എമൗണ്ട് 1,000 ആണ്. റിസീവ്ഡ് കമ്മീഷൻ അതാണ് നമ്മളവിടെ നറേഷനായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അവസാനം വരുന്നത് പെയ്ഡ് വേജസ് 1,500 ആണ്. അപ്പോൾ വേജസ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 1,500 ആണ്. പക്ഷേ ടു ക്യാഷ് അക്കൗണ്ട് ഇറ്റ്സ് എ ക്രെഡിറ്റ് എമൗണ്ട് 1,500. നമ്മളിവിടെ ഒരു നറേഷൻ കൊടുക്കുകയാണ് പെയ്ഡ് വേജസ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മളൊരു ജേർണൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ജേർണൽ എൻട്രീസിൻ്റെ കാറ്റഗറീസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ദ ജേർണൽ എൻട്രി ഈസ് എ ബേസിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ഒരു ബേസിക് റെക്കോർഡാണ് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞിരുന്നു. അത് സിമ്പിൾ ആവാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ആവാം. 2 രീതിയിലാണ് വരുന്നത്. 2 അക്കൗണ്ട്സ് ഓൺലി 2 അക്കൗണ്ട്സ് ആർ ഇൻവോൾവ് ഇൻ എ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. ഇറ്റ്സ് കോൾഡ് എ സിമ്പിൾ ജേർണൽ എൻട്രി. ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ് അതങ്ങനെയാണ് ഒരു റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു ജേർണൽ എൻട്രിയെ നമ്മൾ സിമ്പിൾ ജേർണൽ എൻട്രി എന്നാണ് പറയുക. When the number of accounts to be debited and credited is more than one, entry made for recording the transaction is called compound journal entry.
പക്ഷേ ഇതേ നമ്പർ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകയാണ്, രണ്ടോ അതിലധികമോ ആണ് അവിടെ നടക്കുന്ന നമ്പർ ഓഫ് അക്കൗണ്ട്സ് ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻട്രി ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആയിരിക്കും. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ജേർണൽ എൻട്രി ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്, കുറേ അക്കൗണ്ട്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ തന്നെ മലയാളം നോട്ട്സ് നമുക്ക് നോക്കാം. ലളിത സംയുക്ത ജേർണൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് എൻട്രീസ് അണ്ടർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. എങ്ങനെയാണ് GSTയുടെ ബേസ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ടിങ് എൻട്രീസ് നടത്തുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനും അത് കഴിഞ്ഞ് വരുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനുമാണ്. ഇതിൽ ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ട്രാൻസാക്ഷനാണ് ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ നടക്കുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ GST അക്കൗണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ആദ്യം ഇൻപുട്ട് ടാക്സസ് ആണ്. അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ അസറ്റ്സ് ഓർ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ്. ഇൻപുട്ട് IGST അക്കൗണ്ട്, ഇൻപുട്ട് CGST അക്കൗണ്ട്, ഇൻപുട്ട് SGST അക്കൗണ്ട്. ഇങ്ങനെ മൂന്നായിട്ടാണ് ഇൻപുട്ട് ടാക്സസിൽ GST അക്കൗണ്ടിങ് വരുന്നത്. ഇൻപുട്ട് IGST, ഇൻപുട്ട് CGST ആൻഡ് ഇൻപുട്ട് SGST ആർ പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ അസറ്റ് ഓർ പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ്. ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ നൽകുന്ന പേയ്മെൻറ്റ് നൽകുമ്പോൾ അവിടെ വരുന്ന GSTനെയാണ്, ടാക്സിങ്ങിനെയാണ് നമ്മൾ ഇൻപുട്ട് CGST അല്ലെങ്കിൽ IGST SGST എന്നെല്ലാം പറയുന്നത്. IGST ഈസ് കൺസേൺഡ് വിത്ത് ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. IGST എന്ന് പറയുന്നത് ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, അതായത് ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. CGST ആൻഡ് SG ആർ കൺസേൺഡ് വിത്ത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. CGSTയും SGSTയും ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇൻപുട്ട് ടാക്സ് പെയ്ഡ് ഈസ് കൺസേൺഡ് ആസ് എൻ അസെറ്റ് ബിക്കോസ് ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗേൻസ്റ്റ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഇൻപുട്ട് ടാക്സ് പേ ചെയ്യുന്നത് ഒരു അസറ്റായിട്ടാണ് കരുതുന്നത്, കാരണം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും അത് നമ്മളെ മോചിപ്പിക്കുന്നു. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഔട്ട്പുട്ട് ടാക്സസ് നോക്കുകയാണ്. ആ ഒരു ഗുഡ് അല്ലെങ്കിൽ ആ ഒരു സർവീസസ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ആ സമയത്ത് വരുന്ന ഒരു ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് IGST, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST ഇങ്ങനെ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ റെസീപ്റ്റ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഇൻകം. ആ ഒരു എന്താ പറയുക, നമ്മുടെ ഇൻകമിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള റെസീപ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് IGST, CGST, SGST എല്ലാം വരുന്നത്. IGST ഇൻറ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. CGST, SGST ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ലയബിലിറ്റി ആയിട്ടാണ് കരുതുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് പേബിൾ ടു ദ ഗവൺമെൻറ് ആഫ്റ്റർ സെറ്റ് ഓഫ് വിത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ പിന്നീട് അത് ഗവൺമെൻറ്റിന് പേയബിൾ ആവും. ആൻഡ് ഇറ്റ് ഈസ് ആഫ്റ്റർ സെറ്റ് ഓഫ് വിത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ പ്രൊവൈഡ്സ് എ സമ്മറി ഓഫ് ഓൾ യുവർ GST പേയ്മെൻറ്റ്സ്. നമ്മൾ നടത്തിയ എല്ലാ GST പേയ്മെൻറ്റ്സിൻ്റെയും ഒരു സമ്മറിയാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ നമുക്ക് തരുന്നത്. It reflects a cash available to pay off your GST tax liability. Thus, any deposit made on GST portal is credited to your electronic cash ledger. നമ്മൾ GST പോർട്ടലിലേക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ദ amount available in the electronic cash ledger is used for making payments. അപ്പോൾ ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് പേയ്മെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അസൈൻമെൻറ്റ് കൂടി നോക്കാം. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. നമുക്കിവിടെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഒരു ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ജേർണൽ തയ്യാറാക്കാൻ പോവാണ്. 2021 ജനുവരി 1-ാം തീയതി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ₹1 lakh. 5-ാം തീയതി ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ് ഫോർ ₹20,000. 7-ാം തീയതി ഫർണിച്ചർ മേടിച്ചു ഫോർ ₹6,000. Received cash from Radhakrishnan on January 10th, ₹2,000. ജാനുവരി 15-ാം തീയതി സ്റ്റേഷനറിക്ക് വേണ്ടി പേ ചെയ്തു ₹1,000.
ജാനുവരി 19-ാം തീയതി ഗുഡ്സ് നീനുവിന് സെല്ല് ചെയ്യുന്നു ഫോർ ₹6,000. പക്ഷേ 21-ാം തീയതി നീനു കുറച്ച് ഗുഡ്സ് തിരിച്ചു കൊണ്ടുവരുന്നു ഫോർ ₹500. 27-ന് റെൻറ്റ് പേ ചെയ്തു ₹2,000. സാലറി പേ ചെയ്തു ഓൺ 30th of January ₹5,000. 31st of January കുറച്ച് amount വിഡ്രോ ചെയ്യുന്നു ഫോർ പേഴ്സണൽ യൂസ്, ദാറ്റ് ഇസ് ₹1,000. അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ജേർണലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഡേറ്റ് നമ്മൾ എഴുതുക, പെർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റഡ് എമൗണ്ട്, ക്രെഡിറ്റഡ് എമൗണ്ട്. അപ്പോൾ ഇവിടെ ജാനുവരി 1st ക്യാഷ് അക്കൗണ്ടിൽ നിന്നും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 1 lakh പോവുകയാണ്. സോ ക്യാഷ് അക്കൗണ്ട് ആണ് ഇവിടെ ഡെബിറ്റ് എമൗണ്ട് 1 lakh വരുന്നത്. ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ആണ് വരുന്നത് 1 lakh. അപ്പോൾ ഇവിടെ കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ്. 5-ാം തീയതി പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഫോർ പർച്ചേസ് ഗുഡ് ഫോർ ₹20,000. ക്യാഷിലാണ് പർച്ചേസ് ചെയ്യുന്നത്. സോ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുകയാണ് 20,000. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് 20,000. പർച്ചേസ്ഡ് ഗുഡ് ഫോർ ക്യാഷ് എന്നാണ് നമ്മളവിടെ നറേഷൻ കൊടുക്കേണ്ടത്. ജാനുവരി 7-ാം തീയതി ഫർണിച്ചർ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുകയാണ് 6,000. ടു ക്യാഷ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് 6,000. ആൻഡ് അവിടെ നമ്മൾ കൊടുക്കുന്ന നറേഷൻ ബോട്ട് ഫർണിച്ചർ എന്നായിരിക്കും. ജാനുവരി 10-ാം തീയതി ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് എമൗണ്ട് 2,000 വരികയാണ്. ദിസ് ഈസ് റിസീവ്ഡ് കമ്മീഷൻ ഫ്രം രാധാകൃഷ്ണൻ. ടു രാധാകൃഷ്ണൻ അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ആണ് വരിക ₹2,000. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന നറേഷൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം രാധാകൃഷ്ണൻ എന്നായിരിക്കും. ജാനുവരി 15-ന് സ്റ്റേഷനറി അക്കൗണ്ട് ഡെബിറ്റ് ആണ്, DR എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് 1,000. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ആണ് വരിക 1,000 പെയ്ഡ് ഫോർ സ്റ്റേഷനറി. 2 എന്നുള്ളത് നമ്മൾ ആ ക്യാഷ് അക്കൗണ്ടിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ജാനുവരി 19-ന് നീനു എന്താ പറയുക, നമ്മൾ നീനുവിന് ഗുഡ്സ് സെല് ചെയ്യുകയാണ്. സോ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് എമൗണ്ട് 6,000 വരികയാണ്. ആൻഡ് ടു നീനൂസ് അക്കൗണ്ട് ദർ ഈസ് എ ക്രെഡിറ്റ് എമൗണ്ട് ഓഫ് 6,000. ഇനി അത് കഴിഞ്ഞാൽ വരുന്നത് ജാനുവരി 21-ാം തീയതി നീനു കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയാണ്. സോ നീനു അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് ആണ് വരുന്നത് 500. ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് 500 വരുന്നു. സോ നീനു റിട്ടേൺഡ് ഗുഡ്സ്. പിന്നെ ജാനുവരി 27-ാം തീയതി റെൻറ്റ് പേ ചെയ്യുന്നുണ്ട്. സോ റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് 2,000 ആണ് വരിക. ടു ക്യാഷ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എമൗണ്ട് 2,000 ആയിരിക്കും വരുന്നത്. ക്രെഡിറ്റ് ആയതുകൊണ്ടാണ് നമ്മളവിടെ 2 എന്നുള്ളൊരു ഇനീഷ്യൽ ചേർത്തിരിക്കുന്നത്. റെൻറ്റ് പെയ്ഡ് എന്നാണ് നമ്മളവിടെ നറേഷൻ കൊടുക്കുക. ഇതിനുശേഷം ജാനുവരി 30-ന് സാലറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് എമൗണ്ട് ടു ദ ക്യാഷ് അക്കൗണ്ട് ₹5,000. പെയ്ഡ് സാലറി ആണ് അവിടെ നറേഷൻ വരുന്നത്. പിന്നീട് വരുന്നത് പേഴ്സണൽ യൂസിന് വേണ്ടി ₹1,000 വിഡ്രോ ചെയ്യുകയാണ്. സോ ജാനുവരി 31st ഡ്രോയിങ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് എമൗണ്ട് 1,000 ആഡ് ചെയ്യുകയാണ്. ക്രെഡിറ്റ് എമൗണ്ടിൽ 1,000 വരുന്നത് ക്യാഷ് അക്കൗണ്ടിലായിരിക്കും. സോ വി ആഡഡ് ദി ഇനീഷ്യൽസ് ടു വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് എന്നായി നമ്മൾ നറേഷൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ആൻഡ് നോട്ട്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. Don't forget to subscribe to my channel and ring the notification bell. See you on my next video. Thanks for watching. Bye bye.